ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു നെറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്ലിപ്പുമായിട്ടാണ്. അപ്പോൾ 4 തരം ക്ലിപ്പ് ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ വൈറ്റ് നെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്ലിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയുള്ള റെഡ് കളർ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. റെഡ് കളർ പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ബീഡ്സ് 6 mm ആണ്. അതുപോലെ തന്നെ 8 mm ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ്, അതുപോലെ സൂചി, നൂലൊക്കെ ആവശ്യമുണ്ട്. ഇത് ക്യാൻ ഷീറ്റാണ്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 6 cm 3.5 cm ആണ് വരുന്നത്. ക്യാൻ ലൈസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം, നമ്മൾ ബീഡ്സ് ഇങ്ങനെ ഇതിമേൽ തുന്നി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇതിൽ നെറ്റിൻ്റെ ഇതുപോലത്തുള്ള ക്ലിപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നെറ്റിൻ്റെ ഉള്ളിൽ ബീഡ്സ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അത് പൊതുവേ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല രീതിയിൽ നിൽക്കും. പിന്നെ ഇങ്ങനെ അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ താഴോട്ട് എല്ലാ ബീഡ്സും താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. അപ്പോൾ ഇതുപോലെ തുന്നി വെക്കുകയാണെങ്കിൽ നല്ല സ്റ്റഡി, എപ്പോഴും അത് നല്ല സ്റ്റഡി ആയിട്ടിരിക്കും. പിന്നെ നെറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിനെ ഇന്ന് കവർ ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ബാക്കോട്ട് മടക്കിയതിന് ശേഷം ഇങ്ങനെ സൂചി ഉപയോഗിച്ചൊന്ന് തുന്നി കൊടുത്താൽ മതി. മെഷീനൊന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്ത് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കണം. ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് കളയണ്ട. സെൻറ്ററിൽ നമ്മൾ സാറ്റിൻ റിബൺ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ആ ബാലൻസ് ഭാഗം കട്ട് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യണം. ചെറിയൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് 4 ഭാഗം നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. 4 ഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് 6 cm നീളത്തിൽ ഒരു സാറ്റിൻ റിബണിൻ്റെ ഒന്ന് മെഷർ ചെയ്തിട്ടൊന്ന് അടയാളപ്പെടുത്തുക. സൂചിയിൽ ഒന്ന് കോർത്തെടുക്കുക. ചെരിച്ച് കട്ട് ചെയ്താൽ മതി. സൂചിയിൽ വേഗം കോർക്കുക. 12 ബീഡ്സ് ഇതിൽ കോർക്കണം. 12 ബീഡ്സ് കോർത്തതിന് ശേഷം ഓരോ 6 cm നമ്മൾ മുമ്പ് അളന്നില്ലേ, അതിൻ്റെ സെൻറ്ററിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അടയാളം ഇട്ട ആ ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതിലിങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒട്ടിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ആ 4 ഭാഗം ഒന്ന് ആദ്യം വെച്ച് കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഇതുപോലെ 4 ഭാഗം ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഓരോ ഗ്യാപ്പിലും 2 വീതം ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 12 ഉണ്ടാവും. മൊത്തം 12 വെച്ചാൽ തന്നെ ഇത് ഫുള്ളായിട്ട് കവറായി നല്ലൊരു ഫ്ലവറായിട്ടുണ്ടാവും. വളരെ ഈസി തന്നെയാണ്. കാണാൻ നല്ല രസമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഐഡിയ അനുസരിച്ച് ബീഡ്സിൻ്റെ കളറൊക്കെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ ഗൺ തേച്ചിട്ട് തന്നെ ബാക്ക് സൈഡ് ഒന്ന് നമ്മുടെ ഫ്ലവർമേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 പീസ് ആവശ്യമുണ്ട്. ഇത് 35 cm നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഈ 2 പീസ് എടുത്തതിന് ശേഷം സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു വലിയ ബീഡും പിന്നെ 4 റൗണ്ട് ഷേപ്പിലുള്ള ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 തലയും ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗണ്ണ് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് 2 വലിപ്പത്തിലാണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതും എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ചെയ്ത ആ ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഈ ഹാങ്ങിങ് പോലത്തെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ പീസ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തുന്നി കൊടുത്ത് ഒരു ഫ്ലവർ ടൈപ്പ് ആക്കുക. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആവും. ഇതിങ്ങനെ ചെയ്തിട്ട് പിന്നൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഗ്ലൂ ഗൺ തേച്ചൊന്ന് ഒട്ടിക്കുക. ബാക്ക് സൈഡിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തുന്നി കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബീഡ്സ് കോർത്ത് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം സെൻറ്ററിലൊരു ഹാഫ് ബീഡും കൂടി വെക്കുന്നുണ്ട്. നമ്മളൊരു ഓഫ് വൈറ്റ് കളറ് ഒരു ഹാഫ് ബീഡ് ഒട്ടിക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ B7000 പശ ഉപയോഗിച്ച് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഒരു ഹാഫ് ബീഡ് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിന് ചുറ്റിലും ഈ ബീഡൊന്ന്
കോർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കോർത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്താൽ മതി. എന്നിട്ട് തിരിച്ച് ബാക്കിലോട്ട് തന്നെ ഒന്ന് കോർത്തെടുക്കുക. ഇടയിലൂടെയൊക്കെ ഒന്ന് കോർത്ത് കൊടുത്താൽ അത് അവിടെ നിന്നോളും. കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ പശ തേച്ചും കൂടി നിങ്ങൾക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാലൻസ് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ടിക് ടാക്ക് ക്ലിപ്പ് വെക്കണം. അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മളുണ്ടാക്കിയ നെറ്റിൻ്റെ പിറകിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതാണ് നമ്മൾ വേറെ ചെയ്ത ഐറ്റം. ഇത് കളർ വ്യത്യാസമേ ഉള്ളൂ. ഇത് പിന്നെ ചെറിയ വ്യത്യാസത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്